ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്ന സ്വർണം ഇപ്പോഴും പിടികൂടുന്നത് മുൻ SP S സുജിത് ദാസ് നിയോഗിക്കുന്ന ഡാൻസ് ഓഫ് സംഘമെന്ന് വെളിപ്പെടുത്തൽ. പഴയ ഡാൻസ് ഓഫ് പ്രവർത്തനം തുടരുന്നിടത്തോളം കാലം പോലീസിന് സ്വർണം അടിച്ചു മാറ്റാൻ കഴിയുമെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടുന്ന സ്വർണം മുൻ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റുന്നു എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. സുജിത് ദാസ് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫറായി പോയതിനു ശേഷവും ഡാൻസ് ഓഫിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രിച്ചു എന്നുമാണ് ആരോപണം. ഇത് ശരിവെക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി. ഡാൻസ് ഓഫ് അംഗങ്ങളും ഈ പോലീസ് എയ്ഡ് പോസ്റ്റും ഇവരുടെ ഈ കരിപ്പൂരിൽ സ്വർണം പുറത്തു വെച്ചുള്ള പിടിക്കുന്നതിന് ആ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതുപോലെ പിടിക്കാനും ഇതുപോലെ വീണ്ടും അവർക്ക് കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയി വിൽക്കാനും ഇതുപോലെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കഴിയും. DYSPമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാലും സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് ടീം തുടരുവോളം സ്വർണം അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഈ SP മുതൽ DYSP അടക്കമുള്ളവരെ മാറ്റിയാലും പോലീസ് എയ്ഡ് പോസ്റ്റും ഈ SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘങ്ങളും അതേപടി തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയും അവർക്ക് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ 150 കിലോയോളം സ്വർണമാണ് വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടിയത്. PV അൻവർ MLAയുടെ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തും അന്വേഷിക്കുന്നുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ.